everyone, welcome to my channel English with LCS. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാത്യു ആർണൽഡിന്റെ ടച്ച്സ്റ്റോൺ മെത്തേഡിനെ കുറിച്ചാണ്. ഒരു എക്സാമ്പിളിലൂടെ, വളരെ സിമ്പിൾ ആയ ഒരു എക്സാമ്പിളിലൂടെ നമുക്കിത് പഠിച്ചെടുക്കാം. അതായത്, ഞാൻ തലശ്ശേരിയിലെ ബിരിയാണി ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഓൾവേസ് യൂസ് ടു കമ്പയർ തലശ്ശേരി മറ്റ് ബിരിയാണികൾ വിത്ത് റാറാവിസ് ബിരിയാണി. കാരണം എനിക്ക് തലശ്ശേരിയിൽ ഏറ്റവും നല്ല ബിരിയാണിയായിട്ട് തോന്നിയത് റാറാവിസിലെയും പാരീസിലെയൊക്കെ ബിരിയാണിയാണ്. അപ്പൊ ഞാൻ ഏത് വേറെ ബിരിയാണി കഴിക്കുമ്പോഴും അതിനെ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു റാറാവിസിലെയോ അല്ലെങ്കിൽ പാരീസിലെ ബിരിയാണിയുമായിട്ട് കമ്പയർ ചെയ്യും. സെയിം തിങ് മാത്യു ആർണൽഡ് ഡിസ്കസസ് ഇൻ ഹിസ് സ്റ്റഡി ഓഫ് പോയട്രി. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഏതൊരു ക്രിട്ടിക്കാണെങ്കിലും ഏതൊരു റീഡർ ആണെങ്കിലും പുതിയൊരു വർക്ക് ഓഫ് ആർട്ടിനെ, അല്ലെങ്കിൽ കവിതയാവാം അല്ലെങ്കിൽ ഡ്രാമയാവാം, ഏതൊരു വർക്ക് ആണെങ്കിലും പുതിയൊരു ലിറ്ററേച്ചർ വർക്കിനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പഴയ ക്ലാസിക്കൽ വർക്ക്സുമായിട്ട് കമ്പയർ ചെയ്യുക. ലൈക്ക് മിൽട്ടൺ, ഡൺ ആൻഡ് അതർ ക്ലാസിക്കൽ റൈറ്റേഴ്സ്. അവരുടെ വർക്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വർക്കിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ടച്ച്സ്റ്റോൺ മെത്തേഡിൽ മാത്യു ആർണൽഡ് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയൊരു വർക്ക് ഓഫ് ആർട്ടിനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ റാറാവിസിലെ ബിരിയാണിയാണ് ഇവിടത്തെ ടച്ച്സ്റ്റോൺ. അങ്ങനെയാണെങ്കിൽ ലിറ്ററേച്ചറിലേക്ക് നമ്മൾ പോകുമ്പോൾ മിൽട്ടന്റെയും ഡണ്ണിന്റെയും ഷേക്സ്പിയറിന്റെയും ഒക്കെ വർക്കാണ് ടച്ച്സ്റ്റോൺ ആയിട്ട് ഇവിടെ വരുന്നത്. I hope it's clear to you. Thank you.